നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വെറും ഒരു ജോബല്ല, ലോകം മുഴുവൻ കരിയർ സാധ്യതയുള്ള ജോബ് ആഗ്രഹിക്കുന്നുണ്ടോ? സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. അത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ മികച്ച ജോലി, അട്രാക്റ്റീവ് സാലറി, ഗ്ലോബൽ അവസരങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കിനി സ്വന്തമാക്കാം. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻസ് തുടരുന്നു. ഞങ്ങളുടെ ബ്രാഞ്ചസ് വരുന്നത് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാളാണ്. ഇന്ന് തന്നെ കോൾ ചെയ്യൂ, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ആക്കും. കോൺടാക്ട് 8075 764 120 7902 638 001. തൃപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ യാത്രയയപ്പ് ചടങ്ങ് തൃപ്രങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ആലത്തിയൂർ ഒട്ടുംപുറത്തുള്ള കുട്ടിക്കൃഷ്ണമാരാർ സ്മാരക ഹാളിൽ പഞ്ചായത്ത് ജീവനക്കാർ സംഘടിപ്പിച്ച സെൻഡ് ഓഫ് പരിപാടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്തിലെ UDF നേതാക്കളെയും വനിതാ മെമ്പർമാരെയും കള്ളക്കേസുകളിൽ കുടുക്കി ദ്രോഹിച്ച സെക്രട്ടറിയെ ഹാളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഉപരോധം. കോൺഗ്രസ് പ്രവർത്തകർ ഹാളിന്റെ മുൻവശം ഉപരോധിച്ച വിവരമറിഞ്ഞ സെക്രട്ടറിയും ജീവനക്കാരും സ്ഥലത്തേക്ക് എത്താതിരുന്നതിനെ തുടർന്ന് പരിപാടി പിന്നീട് ഉപേക്ഷിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രതിഷേധ സംഗമത്തിൽ മംഗലം ബ്ലോക്ക് സെക്രട്ടറി KV ബഷീർ അധ്യക്ഷത വഹിച്ചു. തൃപ്രങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെമ്മൽ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാലത്ത് നമ്മളൊരു സ്റ്റിക്കർ കാണുകയാണ്. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മുൻ സെക്രട്ടറി അബ്ബാസിന് ഇവിടെ വെച്ചൊരു സെൻഡ് ഓഫ് കൊടുക്കുന്നുണ്ട് എന്ന്. ഇവിടെ തൃപ്രങ്ങോട് പഞ്ചായത്തിന് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, അബ്ബാസ്. ഈ അബ്ബാസിൻ്റെ പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ, അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ എന്താണോ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് അത് നടപ്പിലാക്കുക എന്ന ഒരു പരിപാടിയുമായിട്ടാണ് അബ്ബാസ് ഇവിടെ മുന്നോട്ട് പോയത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മോനൂട്ടി പൊയ്രിശ്ശേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട്, മണ്ഡലം സെക്രട്ടറി മാനു ആനപ്പടി, യാസിർ ആലത്തിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് രാധാകൃഷ്ണൻ, C മനോജ്, റിഷാദ് ആനപ്പടി, സുനിൽ, അഫ്സൽ, കബീർ, മുത്തു ചമ്രവട്ടം, ദുൽഖഫിൽ, വിജീഷ്, ഷംനാഥ്, കബീർ, ഷബീർ, ഷോജിത്ത്, താജു, നിഷാദ്, ഫെബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.